എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുകൾ, അവർക്ക് നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളുമായിട്ട് ഇപ്പോഴും ഫ്രണ്ട്ലി ആണോ, അവർ നിങ്ങളെപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ, അവർ നിങ്ങളുടെ ശത്രുവായിട്ടാണോ കാണുന്നത്, അതോ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യണം എന്നെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് റീഡിങ്ങിൽ വരും, അവരുടെ ഇൻറ്റൻഷൻ, അവരുടെ ഫീലിങ്സ് എന്താണ്. അപ്പോൾ നമ്മൾ നോക്കുക അവരുടെ ഓവറോൾ എനർജി എന്താണ്, അവരെന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലായത്, പിന്നെ അവരുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ അവരുടെ ഉദ്ദേശം എന്താണ്. ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്: ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ. ബ്ലാക്കും ബ്ലൂവും യെല്ലോവുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബ്ലൂ കളറാണ് എടുക്കാൻ പോകുന്ന റീഡിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം കേട്ടോ. ഓറക്കിൾ മെസ്സേജ് ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ബ്ലൂ കളർ എടുത്തേക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? എനർജി ഭയങ്കര സ്ട്രോങ് ആണ്. തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് കയ്യിൽ നിന്ന്. ശിവായ ഭഗവാനെ. കാട് തരണം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ലോ ഓഫ് കർമ്മഫലം എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് വരിക. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു, നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്, തെറ്റോ ശരിയോ നമുക്കറിയാം. നമ്മൾ നല്ല ബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ നമ്മൾക്കറിയാം തെറ്റാണോ ശരിയാണോ ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ തെറ്റാണ് ചെയ്തേക്കുന്നത് തിരുത്താനുള്ള ഒരു ചാൻസ് നമ്മളുടെ മനസ്സിൽ വരും, കുറ്റബോധം വരും, നമ്മളത് തിരുത്താൻ നോക്കുക. അതല്ലാതെ നമ്മൾ ആരും അറിയുന്നില്ല, നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷേ ആരോ ഒരാൾ കാണുന്നുണ്ട് അല്ലേ, അതെല്ലാം കണക്ക് വയ്ക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളെ ആരുമില്ലെങ്കിൽ ഒരു കളിയാക്കൽ, അതുപോലെ ആരുമില്ലയെന്ന് വിചാരിക്കുമ്പോൾ ഉപദ്രവിക്കൽ, കുറേ പ്രായമുള്ളവരെ ഉപദ്രവിക്കുന്ന, മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന, അങ്ങനെയുള്ളവരുടെയൊക്കെ CCTV ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനിടയാവാറുണ്ട്. ഈ CCTVക്ക് ഉപരിയായിട്ട് ഗൂഗിൾ സാറ്റലൈറ്റ്സ് പിക്കപ്പ് ചെയ്യും. അതിലുപരിയായിട്ട് ആരാണ്? ദൈവം പിക്കപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ദൈവമുണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. ഒരാൾ നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നല്ലവരാകും, മനസ്സിലായോ? ഉള്ളിൽ തെറ്റ് ചെയ്യണമെന്ന് ബോധം ഉണ്ടെങ്കിലും നമ്മൾ പണിയാവും എന്ന് വിചാരിച്ച് ആ ബോധം നമ്മൾ ഒതുക്കി വയ്ക്കും. അപ്പോൾ അജ്ഞാനമുള്ളവനും വിശ്വാസമില്ലാത്തവനുമാണ് കൂടുതൽ, അവളും ആണ് കൂടുതൽ തെറ്റുകൾ ചെയ്യുക. അറിവില്ലാത്തവരാണ് അജ്ഞാനികൾ. അപ്പോൾ ഇവിടെ ഡിസിപ്ലിൻഡ് ലൈഫ് വേണം, തിരിച്ചറിവ് വേണം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന്, മനസ്സിലായി? കാരണം എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിൽ, ഈ ബ്ലൂ സെലക്ട് ചെയ്ത കാര്യത്തിൽ നിങ്ങൾ എന്താണ് വിതയ്ക്കുന്നത് അതാണ് നിങ്ങൾ കൊയ്യുക, അതാണ് നിങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൊയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ ചെയ്തതിൻ്റെയാണ് നിങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യാതിരുന്നാൽ ഒരു സമയമാകുമ്പോൾ ഇത് കർമ്മഫലങ്ങൾ, കർമ്മത്തിൻ്റെ നിങ്ങൾ ചെയ്തതിൻ്റെ തെറ്റിൻ്റെ ഫലങ്ങൾ ഒരു പരിധി വരെ നിൽക്കും, മനസ്സിലാവുണ്ടോ? അത് നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് പോവില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഐഡിയ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ നോ കോൺടാക്റ്റിലിരിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്തായിരുന്നു?
കോണ്ടാക്റ്റിലിരിക്കുന്ന ഇപ്പോഴത്തെ ആളുടെ ഓവറോൾ എനർജി എന്താണ്? നമുക്കൊരു കാർഡാണ് വന്നത്. 6 of Cups. 6 of Cups എന്ന് പറയുമ്പോൾ ഇത് പാസ്റ്റാണ്. പാസ്റ്റിൽ എന്തോ അതാണ് കർമ്മഫലം വന്നത്. ഇയാൾ നിങ്ങളെ ഓർക്കുന്നുണ്ട്, മനസ്സിലായോ? 6 of Cups എന്ന് പറഞ്ഞാൽ ഒരു അൺഫിനിഷ്ഡ്, ഒരു കംപ്ലീറ്റ് ആവാത്ത ഒരു ബിസിനസ് പോലെ, ഒരു സിറ്റുവേഷൻ പോലെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ. അപ്പോൾ പല കാര്യങ്ങളും ഈ പേഴ്സൺ ചിലപ്പോൾ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം, മനസ്സിലായോ? 6 of Cups എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ഫ്രണ്ട്സ്, പഴയ സിറ്റുവേഷൻസ് നമ്മൾ അത് മനസ്സിൽ പിന്നെയും തികട്ടി വരുന്നല്ലേ, അതാണ് നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഉപദ്രവിച്ച ആൾ ഓർക്കുന്നുണ്ട് പഴയ കാര്യങ്ങൾ, കേട്ടോ. അപ്പോൾ കുറ്റബോധം ഉണ്ടാവാം. നോക്കട്ടെ, ഇതെല്ലാം റിവേഴ്സ് വന്നതുകൊണ്ടാണ് ഞാൻ അപ്രൈറ്റ് ആക്കിയത്. ഇതെല്ലാം റിവേഴ്സാണ് അപ്രൈറ്റ് ആക്കിയത്. അപ്പോൾ 2 of Swordsഉം 9 of Cupsഉമാണ് വന്നത്. വളരെ ആശിച്ച് മോഹിച്ചിരുന്ന ഒരു വിഷ് കം ട്രൂ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ, മനസ്സിലായോ? പക്ഷേ അതിലൊരു തീരുമാനം എടുക്കാൻ ഈ പേഴ്സണ് പറ്റിയില്ല, നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു, അല്ലേ? ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം വന്നപ്പോൾ ഈ പേഴ്സൺ മുങ്ങിക്കളയാണോ ചെയ്തത്? അതോ ഒന്നും പറയാതെ പോയി കളഞ്ഞോ? ഓക്കെ, ആ ഒരു കുറ്റബോധം ഈ പേഴ്സൺ ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തോ കർമ്മഫലമാണ് ഈ പേഴ്സൺ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സമയം വരുമ്പോൾ ഇങ്ങനൊരു അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ ഈ പേഴ്സണൊരു ബോധമുണ്ട്, ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. കാരണം വേറെ പല കാര്യങ്ങൾ അവിടെ പ്രയോറിറ്റി ഉണ്ടായിരുന്നു, നിങ്ങളായിരുന്നില്ല ആ സമയത്ത് ഈ പേഴ്സൻ്റെ പ്രയോറിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയത്? അപ്പോൾ ഇവിടെ വേറൊരു കാർഡും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ 2 കാർഡ് വന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടില്ല, സോറി. ഓവറോൾ എനർജിയിൽ പൈസയുടെ കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പൈസ ആരോ കൊടുത്തപ്പോൾ അങ്ങോട്ട് മറിഞ്ഞതാണ് സിറ്റുവേഷൻ, മനസ്സിലായോ? അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്ന പല കാര്യങ്ങൾ പൈസ കൊണ്ട് നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ നിങ്ങൾ അതുകൊണ്ടാണ് ഉപേക്ഷിച്ചത്, പൈസ കൊണ്ട് ഉപേക്ഷിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ഈ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളുമായിട്ട് അകന്നത്. ഇത് ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ വേറൊരു സിറ്റുവേഷനിലേക്ക് പോയത്. പക്ഷേ ആ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഹാപ്പി അല്ല, ഒട്ടും ഹാപ്പി അല്ല ഇപ്പോൾ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് നിങ്ങളുടെ ബ്രാക്കാണ്, ശാപമാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഇത്തിരി ഉഴപ്പായിരുന്നു. അപ്പോൾ പലരുമായിട്ട് ഒരേ സമയത്ത് റിലേഷൻഷിപ്പ് വെച്ചിരുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ പറഞ്ഞ് പ്രയോറിറ്റൈസ് ചെയ്തെടുത്തതാണ് കണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ബ്രേക്കപ്പ് ആയത്? നോക്കട്ടെ, നമുക്കിവിടെ 6 of Swords ആണ് കിട്ടിയിരിക്കുന്നത്. 6 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ അത് വിട്ടിട്ട് മുമ്പോട്ട് പോവുക, മനസ്സിലായോ? അതല്ലെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, 2 തരത്തിൽ ഇത് 2 പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മുമ്പോട്ട് പോവുക, അത് വേണ്ടെന്ന് വെച്ച് മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്തിട്ട് 2 പേരും കൂടെ മുമ്പോട്ട് പോവുക ഒരു സ്വരുമയോടെ. അത് 2 മീനിങ് ആണ് ഇവിടെ വരിക. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈയിങ് ആണ്. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി വേണമായിരുന്നു, നിങ്ങളെക്കുറിച്ച് ശരിക്കും അറിയില്ലായിരുന്നു നിങ്ങളുടെ. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് നിങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള മെസ്സേജ് ആയിരിക്കില്ല ഈ പേഴ്സണ് കൊടുത്തത് ആ സമയത്ത്, മനസ്സിലായി? അതുപോലെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ഈ പേഴ്സൺ കേൾക്കാൻ ഇടവന്നു. അപ്പോൾ ഇവിടെ ആരൊക്കെയോ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സണെ. അപ്പോൾ ഈ പേഴ്സൻ്റെ പാസ്റ്റ് മറ്റുള്ളവർ അറിയുന്ന വന്നപ്പോൾ റൂമർ സ്പ്രെഡ് ആവുമെന്ന് അറിഞ്ഞപ്പോഴായിരിക്കും പേഴ്സൺ പോയത്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ റൂമേഴ്സാണ്, ഗോസിപ്പ്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ ഇടവന്നിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ വിവാഹ സമയത്ത് നമ്മൾ അന്വേഷിക്കുമല്ലോ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനത്തെ ആളാണെന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് എന്തോ ഒരു ഇത് കേട്ടു ഈ പേഴ്സൺ. നിങ്ങളെ വിവാഹം കഴിക്കണം തന്നെയായിരുന്നു ഈ പേഴ്സൺ ആഗ്രഹം, പക്ഷേ എന്തൊക്കെയോ കേൾക്കാൻ ഇടവന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ മുമ്പ് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വേണ്ടിയാണ് ഈ പേഴ്സൺ പോയത്, മനസ്സിലായോ? നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ഈ പേഴ്സൺ നെഗറ്റീവായിട്ട് കേൾക്കാൻ ഇടവന്നു. അതുകൊണ്ടാണ് ആ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയത്.
രണ്ടും കൽപ്പിച്ച് എടുത്ത് ചാടാൻ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത്, നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് വന്നത്. ഈ 6 ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 10 ഓഫ് സ്വേർഡ്സും മദർ ഓഫ് കപ്സും ആണ്. മദർ ഓഫ് കപ്സ് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ മദർ ഇൻവോൾവ് ആയിട്ടുണ്ടാവും ഇതിനകത്ത്. അവർ സമ്മതിക്കാഞ്ഞത് കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ബ്രേക്കായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുള്ളായ ഒന്ന് ചതി പറ്റി എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നോ? നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരുന്നോ? എന്തായാലും പേജ് ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന പേജ് ഓഫ് വാൻസും 10 ഓഫ് വാൻസും ആണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ അങ്ങോട്ട് ദഹിച്ചില്ല. അപ്പോൾ വീട്ടുകാർക്കും ഈ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമായിരുന്നെങ്കിലും വീട്ടുകാർ ഈ സിറ്റുവേഷന് സമ്മതിക്കാതിരുന്നതുകൊണ്ടാണ് ഈ പേഴ്സണ് റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത് കേട്ടോ. പേജ് ഓഫ് കപ്സിനെ പേജ് ഓഫ് വാൻസും പേജ് ഓഫ് കപ്സും ഉണ്ട് ഇവിടെ. ഇമ്മച്യൂർ എനർജീസ് ആണ്. ഈ പേജ് ഓഫ് കപ്സ് എയ്സ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓഫർ വന്നു ആ സമയത്ത്. എയ്സ് ഓഫ് സ്വേർഡ്സ് കൂടുതൽ ക്ലാരിറ്റി വന്നു ഇവിടെ. അപ്പോൾ അതിനിടയ്ക്ക് ഈ പേഴ്സണ് വേറൊരു ഓഫർ വന്നു. ആ സമയത്ത് വേറൊരു ഓഫർ വന്നുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഈ പേഴ്സണ്, ഇത് ഫുള്ളും ന്യൂ ബിഗിനിങ് ആണ്. എയ്സ് ഓഫ് വാൻസ് ന്യൂ ബിഗിനിങ് ആണ്. എയ്സ് ഓഫ് സ്വേർഡ്സ് ന്യൂ കൂടുതൽ ക്ലാരിഫിക്കേഷൻ, വേറൊരു കമ്മ്യൂണിക്കേഷനും കൂടെ വന്നു. അത് ഭയങ്കര എന്തോ ചെയ്ത കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്ന പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ മുമ്പോട്ട് പോയത്. ഇവിടെ എയ്സ് ഓഫ് വാൻസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് മജിഷ്യൻ ആണ്. മജിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണ് ധൈര്യമില്ലായിരുന്നു, മനസ്സിലായോ? എന്നുവെച്ചാൽ ഈ പേഴ്സൺ വിചാരിച്ചെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പേഴ്സണ് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ പേഴ്സൺ നിങ്ങൾ കുറേ ഈ പേഴ്സണോട് നിങ്ങൾ കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പേഴ്സണ് തോന്നി നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന്. സത്യം തുറന്ന് പറഞ്ഞില്ല നിങ്ങൾ എന്നൊരു വൈരാഗ്യം കൂടി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ കേട്ടതെല്ലാം കുറച്ചും കൂടെ എന്താ പറയുക വിശ്വാസയോഗ്യമായ കാര്യമായിട്ട് ഈ പേഴ്സണ് തോന്നി. ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അതിന് ചിലപ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ സത്യം പറയുന്നതും സത്യം മറച്ചു വെക്കുന്നതും രണ്ടും ഒരേപോലത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തോ ചെയ്തു. അതുകൊണ്ടാണ് ഈ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾ പേഴ്സൺ ഒരു ഫൂൾ ആക്കിയ പോലെയാണ് ഈ പേഴ്സണ് തോന്നിയത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ മുമ്പോട്ട് പോയത്. കാരണം ഒരു കംഫർട്ട് സോണിലായിരുന്നു. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ സിറ്റുവേഷൻ ഒരു കംഫർട്ടബിൾ അല്ല. ആ പേഴ്സണ് കൂടുതലും കംഫർട്ടബിളായി തോന്നിയത് പേഴ്സൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും പറയുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അബാൻഡൻ ചെയ്ത് പോയത്. നിങ്ങളിലേക്കാളും പ്രയോറിറ്റി ആ പേഴ്സൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൊടുത്തു. അങ്ങനെയാണ് പോയത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? മറിഞ്ഞില്ല ഇത്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? കാർഡ്സൊക്കെ ഒടിഞ്ഞു പോകും. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ചാരിയറ്റും കിങ് ഓഫ് സോർഡ്സ്. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഈ ചെയ്തതെല്ലാം തെറ്റാണെന്നൊരു തോന്നൽ ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്. ഒരു കിങ് ഓഫ് വാൻസും മദർ ഓഫ് വാൻസും ഒക്കെയാണ് കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അച്ഛനും അമ്മയായിരിക്കാം. ഇപ്പോൾ യങ് ഏജ് ആണെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ മാരീഡ് അല്ലായിരിക്കും. പക്ഷെ എല്ലാം കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞവരെയാണ്, മനസ്സിലായോ? അപ്പോൾ ചാരിയറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഒരു ഡിറ്റർമിനേഷൻ. ഇപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. പ്രായം ഒരു മെച്യൂർഡ് ആയതുകൊണ്ടായിരിക്കാം ഒരു ധൈര്യം വന്നിട്ടുണ്ട്. മാരീഡ് ആണ് ഈ പേഴ്സൺ കേട്ടോ. കല്യാണം കഴിക്കാതിരുന്നില്ല. കാരണം നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് മുമ്പോട്ട് പോയത്. പക്ഷെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളായപ്പോഴാണ് ഈ പേഴ്സണ് നിങ്ങളോട് ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ പോയതിനോ നിങ്ങളെ ഉപേക്ഷിച്ചതിനോ ഒക്കെയുള്ള ഒരു ചിലപ്പോൾ തെറ്റായി പോയിട്ടുണ്ടാവുമെന്നൊരു ബോധം വന്നത്. അപ്പോൾ ചാരിയറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്ന എയ്സ് ഓഫ് കപ്സും 5 ഓഫ് വാൻസും ആണ്. അപ്പോൾ ഈ നിങ്ങളോടുള്ള ഫീലിങ്സ് വെച്ചാൽ ഇപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ അതൊരു എന്താ പറയുക 5 ഓഫ് വാൻസ് പറഞ്ഞാൽ അടിപിടിയാണ്, ഭയങ്കര ബഹളം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എയ്സ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ലവാണ്, ബ്രാൻഡ് ന്യൂ ലവ് ഓഫറാണ്. ഒരു പുതിയ ലവ് ഓഫർ തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാവരും എതിരായിരിക്കും എന്നൊരു ബോധം ഈ പേഴ്സൺ ഉണ്ട്. ഇവിടെ കുറേ അടിപിടി ഉണ്ടാവും. നിങ്ങളോട് ഈ പേഴ്സൺ ഒരു ലവ് ഓഫർ തന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപിടി ഉണ്ടാവും. ആ പേഴ്സൺ ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. എല്ലാം കിങ്സ് ആണ് വന്നിരിക്കുന്നത്. കിങ്ങും ക്വീനും ഒക്കെയാണ്. എല്ലാവരും മെച്യൂർഡ് ആയ ആളുകളാണ്. പിന്നെ കിങ് ഓഫ് സ്വേർഡ്സിനെ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സത്യം തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. നേരത്തെ ഹാർട്ട് വെച്ച് ഫ്രണ്ട്സിൻ്റെ എല്ലാം വാക്ക് കേട്ട ആൾ ഇപ്പോൾ സ്വന്തം തല യൂസ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നുണ്ട്. അപ്പോൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്, നിങ്ങൾക്ക് പുതിയൊരു ഓഫർ തരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന്? നമുക്ക് ഉദ്ദേശം നോക്കണ്ട, ഫീലിങ്സ് കണ്ടല്ല, നമുക്ക് ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഈ പേഴ്സൻ്റെ അടുത്ത നിങ്ങളോടുള്ള ആക്ഷൻ എന്തായിരിക്കും? ഈ പേഴ്സണ് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ ഒന്നും എടുക്കാൻ വഴിയില്ല. കാരണം ഈ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഒന്നുമില്ലാത്ത പോലെയാണ്. ഹാപ്പിനെസ് ഒന്നുമില്ല, പണമില്ല, ബന്ധുക്കളില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ്, ഇതാണ് ജസ്റ്റിസ് എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്തത് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തതിന് ഉള്ള പ്രായശ്ചിത്തമാണ്, മീൻസ് തെറ്റിന് ഉള്ള ഒരു കർമ്മഫലമാണ് ഈ അനുഭവിക്കുന്നതെന്നാണ് ഈ പേഴ്സണൊരു ബോധമുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പം ന്യായം ദൈവമായിട്ട് ഈ പേഴ്സണ് ഒരു എന്താ പറയുക, ഒരു ശിക്ഷ കൊടുത്തു എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മദർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കാം, എന്നിട്ടായിരിക്കാം ഈ പേഴ്സൺ ഉപേക്ഷിച്ച് പോയത്. അപ്പം നിങ്ങൾ സിംഗിൾ മദർ ആണെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കണം എന്നും ഈ പേഴ്സൺ ആഗ്രഹം ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല ഓഫർ ചെയ്യാനായിട്ട്, എന്നുവെച്ചാൽ പുതിയൊരു ജീവിതം മാത്രമേ ഓഫർ ചെയ്യാൻ ഈ പേഴ്സൺ ഉള്ളൂ. മീൻസ് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ, നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. ഈ പേഴ്സൺ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ ഒരു ജസ്റ്റിസ്, ഒരു ന്യായം നടക്കണം. അപ്പോൾ നിങ്ങളൊരു സിംഗിൾ മദർ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലവിന് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുക. അപ്പോൾ ഈ പേഴ്സൻ്റെ കുഞ്ഞായിരിക്കുമല്ലോ നിങ്ങളുടെ അടുത്തുള്ളത്, അതും കൂടി ഉണ്ടാവുമായിരിക്കും കുറ്റബോധം, കർമ്മഫലം എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ലീബ്ര, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Scorpio, Taurus, Virgo, Capricorn, Cancer, Gemini, Cancer, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Virgo, Pisces, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Aries, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ യെല്ലോ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? അപ്പോൾ നിങ്ങളുടെ നോ കോൺടാക്റ്റിലിരിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ദേഷ്യമാണോ, സ്നേഹമാണോ, കുറ്റബോധമാണോ, എന്താണെന്നാണ് നോക്കുന്നത്. ഭഗവാനെ ഗംഗ, ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഇവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു ഉദ്യമത്തിലാണ്, അത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സണെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വേണം. ഈ പേഴ്സണെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ തിരിച്ചു വരണം, നിങ്ങളുടെ സ്വന്തമാവണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അത്യാവശ്യമാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ വേണം എന്നാണ്, ഒരു കൈകടത്തൽ, ദൈവത്തിൻ്റെ ഒരു നോട്ടം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ഇത്രയും കാർഡ്സ് എടുക്കാൻ പറ്റില്ല, ഈ ഒരു കാർഡ്
5 ഓഫ് വോൺസ് ഭയങ്കര ബഹളമാണ് പേഴ്സൻ്റെ ലൈഫിൽ. ആകെ മൊത്തം ഒരു കോമ്പറ്റീഷനോ ഒരു പിടിവലിയോ അടിപിടിയോ മൊത്തത്തിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ പേഴ്സൻ്റെ ലൈഫിലുണ്ട്. 5 ആണ് ചേഞ്ച്. അടിപിടി ഉണ്ടായാലും ഒരു വ്യത്യാസം വരും, ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ വ്യത്യാസം വരും, റിലേഷൻഷിപ്പിൽ വ്യത്യാസം വരും അല്ലേ. അതാണ് ചേഞ്ചാണ് 5. നമ്പർ 5 എപ്പോഴും ചേഞ്ചാണ് കൊണ്ടുവരിക. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ഫാദർ ഓഫ്, അപ്പോൾ അച്ഛനും മകനുമായിട്ടുള്ള ബഹളമാണ് ഇവിടെ. എന്നുവെച്ചാൽ ഫാമിലി തന്നെ, ചേട്ടനും അനിയനും അച്ഛനും അമ്മയും, അല്ല അച്ഛനും മകനും അമ്മയും മകളും അമ്മയും മകനും, അങ്ങനെ ഫാമിലിയിലൊരു പ്രശ്നമാണ് ഇവിടെ കാണിക്കുന്നത്, തമ്മിലടിയാണ് കേട്ടോ. അപ്പോൾ ഒരു കെയർ ഇല്ലാത്തൊരു ഫാമിലി പോലെ രണ്ടുപേരും, വീട്ടുകാർക്ക് ഒരു സൗഹൃദമില്ല, ഒരു സ്നേഹമില്ല തമ്മിൽ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ബ്രേക്കപ്പ്, നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയത് എന്തുകൊണ്ടാണ് പേഴ്സൺ, നിങ്ങളുമായിട്ട് പേഴ്സൺ ബ്രേക്കപ്പ് ആയത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് പേഴ്സൺ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്, വേറൊരു ആൾ ആയതുകൊണ്ടാണ് ഇവിടെ. ഇവിടെ പിന്നെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു യങ് എനർജി കാണിക്കുന്നുണ്ട്. ഇത് സെൽഫ് സഫിഷ്യൻ്റ് ആണ്, സ്വന്തം കാര്യം നോക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളായിരിക്കാം. ബ്രേക്കപ്പ് വന്നത് ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാനൊക്കെ ഈ പേഴ്സൺ കുറേ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ പേഴ്സൻ്റെ വീട്ടുകാർ ഇടപെട്ടിട്ട് ഇവിടെ ഒരു വ്യത്യാസം എടുക്കേണ്ടി വന്നു. വെച്ചാൽ അവർ വേറൊരാളായിട്ടാണ് ഈ പേഴ്സൻ്റെ കല്യാണാലോചന കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങളത് അറിയിക്കാനൊക്കെ ആയിട്ട് ഈ പേഴ്സൺ ആലോചിച്ചു, പക്ഷെ അത് നടന്നില്ല. കാരണം ഡിസ്റ്റൻസ് ഉണ്ട്, നിങ്ങളുടെ ഈ പേഴ്സണും തമ്മിലുള്ള വീടുകളിൽ ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും 2 നാട്ടുകാരായിരിക്കണം. അപ്പം നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല ഈ പേഴ്സണ്, അതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു കല്യാണാലോചന വന്നതായിരിക്കും. കല്യാണാലോചന വന്നിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോയ 2 പേരായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനെ ഈ പേഴ്സൻ്റെ അച്ഛന് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനെയോ ആരോ ഇഷ്ടമായിട്ടില്ല, മനസ്സിലായി. അപ്പോൾ അവർ ഇവർക്ക് വേണ്ടിയിട്ട് പല പെണ്ണുങ്ങളെയോ പല ആണുങ്ങളെയോ കണ്ടു, അതിലൊരാളെ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്നതായിരിക്കാം, ചെയ്തതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലിരിക്കുന്നത്. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന 8 ഓഫ് പെൻറ്റക്കിൾസും 6 ഓഫ് കപ്സുമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നേരത്തെ കോളേജിൽ വെച്ചെല്ലാം പരിചയം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതോ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോ ആൾക്കാരായിരിക്കാം. അങ്ങനെയായിരിക്കാം ഒരു ആലോചന അങ്ങോട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ആലോചന വന്നപ്പോൾ ഇവിടെ ഫാമിലിക്ക് തമ്മിൽ വലിയ ഇഷ്ടമില്ല, മനസ്സിലാവുണ്ടോ? അപ്പോൾ പേഴ്സണൽ നിങ്ങളെ നേരത്തെ പരിചയമുണ്ട്. ചിലപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ എവിടെയോ വെച്ച് നിങ്ങൾ ഈ പേഴ്സൺ കണ്ടിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹമായതുകൊണ്ടല്ല ഇവിടെ ഒരു ആലോചന വന്നത്. ആലോചിച്ചപ്പോൾ ഇങ്ങനെ കുറേ പേരുടെ പേര് വന്നു, അതിൽ നിങ്ങളുടെ പേരും വന്നു. പക്ഷെ ഇവിടെ നിങ്ങളുടെ അച്ഛൻ ഇവരുടെ അച്ഛനോട് പെരുമാറിയത് അത്ര പിടുത്തമില്ലെന്ന് തോന്നുന്നു. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ടവറും 5 ഓഫ് വോൺസും ആണ്. അപ്പോൾ ഇവിടെ എന്തോ സംസാരത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, വീട്ടുകാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരു അടിപിടി ഉണ്ടായിട്ടുണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ. കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫാമിലി തമ്മിൽ. അപ്പോൾ 2 ഓഫ് വോൺസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 ഓഫ്, ഈ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ കൂടെയുള്ളവർ സമ്മതിക്കുന്നില്ല എന്തൊക്കെയോ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും മാത്രമല്ല കല്യാണം കഴിക്കുന്നത്, അവരുടെ വീട്ടുകാരും അല്ലേ, ഫ്രണ്ട്സും എല്ലാമാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് ഒത്തുപോകണം, അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അമ്മായിപ്പനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അമ്മായിമ്മ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരോ പാര വെക്കുന്നുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധു തന്നെ ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛന് വെള്ളോടിയാണെന്നോ ഭയങ്കര സ്റ്റബേൺ ആണെന്നോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ 3 ഓഫ് വോൺസും 2 ഇത് പയ്യന് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ആ പേഴ്സണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്.
ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ആ പേഴ്സൺ. അപ്പം നിങ്ങൾക്കാണ് മെജോറിറ്റി ഒരു ഇത് കൊടുക്കുന്ന ഈ പേഴ്സൺ. പക്ഷേ പേഴ്സൻ്റെ വീട്ടുകാർ അതിന് വില കൊടുക്കും. ഈ പേഴ്സൻ്റെ അഭിപ്രായത്തിന് വില കൊടുക്കുന്നില്ല. ഞങ്ങൾ തീരുമാനിച്ചോളാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ അച്ഛനോ ആരെങ്കിലും അമ്മാവനോ ആരെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടിക്ക് ഈ ആൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു ട്വിൻ ഫ്ലെയിം, ഒരു അണ്ടർസ്റ്റാൻഡിങ്. ട്വിൻ ഫ്ലെയിം എന്നല്ല ഇതിനെ പറയുന്നത്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾ, രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിലുള്ളവർ, ഒരേ ഇഷ്ടങ്ങളുള്ള രണ്ടുപേര്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആൾക്ക് നിങ്ങളെക്കുറിച്ച് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ വരുമെന്ന് വിചാരിച്ച് പാരൻസ് എല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമെന്ന് വിചാരിച്ച് വെയിറ്റിങ്ങിലിരിക്കുകയാണ് ഈ പേഴ്സൺ. അപ്പോൾ നോ കോൺടാക്റ്റിലിരിക്കുന്നത് ഇതിലൊരു പോസിറ്റീവ് ഇത് വരുന്നു വിചാരിച്ചിട്ടാണ്. കാരണം നിങ്ങളോടിപ്പോൾ പറയാനൊന്നുമില്ല. ഇത് നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ആശ തന്നതുപോലെയാവും. ഈ പേഴ്സണ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണ് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട്. വളരെ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരാളാണ്. പക്ഷേ ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് ഈ പേഴ്സണ് മനസ്സിലായി. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ്, യൂട്യൂബർ ആയിരിക്കാം, മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം, വീഡിയോസ് ഇടുന്ന ആളായിരിക്കാം, എന്തൊക്കെയോ. നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണേക്കാളും ചിലപ്പോൾ പ്രായത്തിൽ മുതിർന്നതായിരിക്കണം, പറയാൻ പറ്റില്ല. അപ്പോൾ ഇഷ്ടംപോലെ പണമുണ്ട്, നിങ്ങൾ ഫിനാൻഷ്യലി നല്ലതാണ്, അതൊക്കെ ഈ പേഴ്സൺ ഇഷ്ടമാണ്. നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, അത് ഈ പേഴ്സൺ ഇഷ്ടമാണ്. പക്ഷേ ഇത് നടക്കുമോ എന്നൊരു സംശയം ഈ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാത്തത്. നിങ്ങളോട് ലവ് ഒന്നും കാണിക്കുന്നില്ല. ഇതൊരു ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊരു സിറ്റുവേഷനാണ്. എന്നാലും നിങ്ങൾക്കാണ് കൂടുതലും ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് തരുന്നത്. പലരെയും കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു എനർജി, നിങ്ങളിലുള്ള ഒരു എനർജി, ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം, അതൊക്കെ ഈ പേഴ്സൺ അപ്രീഷിയേറ്റ് ഉണ്ട് നിങ്ങളോട്. ഡിസിഷൻ എടുക്കാനുള്ള ധൈര്യമില്ല. കാരണം ഇവിടെ ഒരാൾ സ്ട്രോങ് ആണ്. ഈ പേഴ്സൻ്റെ ഫാദറോ മദറോ എന്തോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ ഈ പേഴ്സണ് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ആക്ഷൻ എടുക്കാത്തത് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? എന്ത് ആക്ഷനാണ് എടുക്കുക? ഏസ് ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും. പക്ഷേ ഇവിടെ ഒരു സെലിബ്രേഷൻ, മാരേജ് നടക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തോ ഒരു ചെറിയൊരു ഓഫർ തരും. നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കും. പക്ഷേ ഒരു വിവാഹത്തിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് പോവില്ല. കാരണം ഇവിടെ 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. 3 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, കല്യാണം ഈ പേഴ്സൻ്റെ വേറെ സ്ഥലത്താണ് നടക്കുക. അപ്പോൾ പിന്നെ നിങ്ങളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ചെല്ലാൻ ഈ പേഴ്സണ് ധൈര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ, നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ അതിനൊരു ആക്ഷൻ എടുക്കാൻ ഈ പേഴ്സണ് ധൈര്യമില്ല. പേഴ്സൺ ആക്ഷൻ എടുക്കാണ്ടിരിക്കും. മനസ്സിലായോ? മാത്രമല്ല, കാരണം ഈ പേഴ്സൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എന്തോ ഇഷ്ടമല്ല നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ. അതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഈ പേഴ്സൺ പക്ഷേ നിങ്ങളെക്കുറിച്ച് തന്നെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഇഷ്ടമുണ്ട് ഈ പേഴ്സണ്, പക്ഷെ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. വൈരാഗ്യമൊന്നുമില്ല, ഇതാണ് പ്രശ്നം. സ്നേഹമുണ്ട്, പക്ഷേ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. കല്യാണം മിക്കവാറും വേറെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Aries, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius. ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കല്യാണം വേറെയാണ് നടക്കാൻ ചാൻസ് എന്ന് പറഞ്ഞു. അതാവണം എന്നില്ല. കാരണം ഇവിടെ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയുന്നത് ഡിവൈൻ ഇൻ്റർവെൻഷൻ. നിങ്ങൾക്ക് ഈ പേഴ്സണെ കിട്ടണം എന്ന് നിങ്ങൾ അത്യാധികമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ റീഡിങ്. ഇനി ഞാൻ ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാണ്.
ബ്ലാക്കിൻ്റെ റീഡിങ്. ഓക്കെ, ബ്ലാക്കിൻ്റെ ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഇത്രയും കാർഡ് ഒരു കാർഡ് തന്നെ. ഓക്കെ, മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി വെയ്റ്റ്സ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹാർമണി, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറൊരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് വരാൻ ചാൻസ് ഇല്ലായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ മടങ്ങി വരാൻ ചാൻസ് ഉണ്ടെന്നായിരിക്കാം ഈ കാർഡ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ 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 ഓവറോൾ എനർജി എന്താണ്? 3 കാർഡ്സാണ് വന്നത്. ഞാനത് 3 എടുക്കുകയാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജോലി 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 എന്നുള്ള ഒരു ചിന്തയുള്ള ഒരാളാണ്. ഭയങ്കര ജനറസ് ആണ്. ഇഷ്ടംപോലെ പണമുള്ള ധനികനോ ധനികയോ ആയ ഒരാളാണ്. പിന്നെ എന്തോ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുക, അതൊരു ഓഫർ തരാനാണ് ആഗ്രഹിക്കുന്നത്. ആർക്കും ഒരു ഓഫർ കൊടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് അത് പെട്ടെന്ന് വേണമെന്നും ഈ പേഴ്സൻ്റെ മനസ്സ്, ഈ പേഴ്സൺ വളരെ ഇരുത്തം വന്ന ഒരാളാണ്. പക്ഷേ ചില സമയത്ത് ഈ പേഴ്സൺ ഭയങ്കര ഇമ്പൾസീവായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാർഡ്സിൻ്റെ ഉദ്ദേശം നമുക്ക് നോക്കാം, ക്ലാരിഫൈ ചെയ്യാം. കിങ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 4 ഓഫ് സ്വേർഡ്സും. അപ്പോൾ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ലവ് ഉണ്ട്. പേഴ്സൺ ഭയങ്കരമായിട്ട് ആരെയോ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യമില്ല ഈ പേഴ്സണ്. മനസ്സിലായി? സമയമായിട്ടില്ല എന്ന് വെച്ചാൽ അധികം ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരിക്കാം, വളരെ ഇൻസെക്യൂർ. ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് തന്നെ ഇവിടെ പിന്നെയും വന്നേക്കുന്നുണ്ടോ. അപ്പോൾ എന്തോ ഒരു വലിയ കാര്യമായൊരു ഓഫർ നിങ്ങൾക്ക് തരാൻ, നിങ്ങൾക്കോ ആർക്കോ കൊടുക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കാവാനാണ് വഴി കേട്ടോ. നിങ്ങളെ ചേർത്ത് പിടിച്ചേക്കാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പക്ഷേ പണത്തിനാണ് ഈ പേഴ്സൺ, വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ ഒരാളാണ്. പണത്തിനാണ് ഈ പേഴ്സൺ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പണം വേണം, പണം വേണം, ആവശ്യത്തിന് പണം വേണം എന്നാണ്. പണം ഉണ്ടാക്കണം. കാരണം ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നല്ലൊരു കാര്യമാണ് നടക്കുന്നത്. എന്ത് തൊട്ടാലും സ്വർണ്ണമാകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. റിലേഷൻഷിപ്പ് പിന്നെ വെയിറ്റിങ്ങിൽ നമുക്ക് അതിന് ഇനിയും സമയം വരും എന്നൊരു ചിന്തയിലാണ് ഈ പേഴ്സൺ. പക്ഷേ ചില സമയത്ത് ഈ പേഴ്സണ് ഒരു ധൈര്യക്കുറവുണ്ട്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു വിധി മാറുക എന്നാണ്. ഇപ്പോഴത്തെ സമയം മാറുക എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ സമയം, അപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ല, നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ചിലവഴിക്കുന്നത്. കാരണം അത് ഈസിയാണ്. റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ അത്ര സ്മാർട്ടല്ല. അതേസമയം പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ പേഴ്സണെ വെല്ലാൻ ആരുമില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അതിലാണ് ഈ പേഴ്സൺ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു ചിന്ത വരുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഓഫർ ഒന്ന് നിങ്ങളോട് സംസാരിക്കണം. അപ്പോൾ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നുണ്ട് ഇവിടെ. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുണ്ട്. നോ കോൺടാക്റ്റിലാണല്ലോ. അപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ തെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതോ നിങ്ങളെ ഒന്നും പറയാതെ പോവുകയോ ചെയ്ത ഒരാളായിരിക്കാം. മനസ്സിലായി? നിങ്ങളോട് ഒരിക്കലും ഈ പേഴ്സൻ്റെ ശരിക്കുള്ള സ്നേഹം, ഉദ്ദേശം എന്താണ്, ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എല്ലാം സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഈ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നൊരു ബോധം ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അത് മാറ്റണം എന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് വിചാരിച്ചാലും ആക്ഷൻ എടുക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരു എനർജിയാണിത് കേട്ടോ. ചിലപ്പോൾ കിങ് ആണ് പേഴ്സൺ, പക്ഷെ പേജിനെ ഇവിടെ കാണിച്ചു. അപ്പോൾ ചിലപ്പോൾ കുട്ടികളുള്ള ആളായിരിക്കാം, ഓൾറെഡി മാരീഡ് ആയ ഒരാളായിരിക്കാം. ഇത്
ചിലപ്പോൾ മാരേജിൽ പെട്ട് കിടക്കുന്ന, നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, എന്നുവെച്ചാൽ മാരേജ് ഒരു ബോണ്ടാണ്, അത് ബ്രേക്ക് ചെയ്യാൻ പേടിയുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇതിൽ ഹാർമണി വരുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ പോയതെന്ന് നമുക്ക് നോക്കാം. കാർഡ്സ് എനിക്ക് ഈ ഇത് അത്ര കംഫർട്ടബിൾ അല്ല, എന്നാലും അങ്ങനെ വീഴുന്ന കാർഡ്സ് ഒന്നും കൂടെ ഒറിജിനൽ മീൻസ് റിയൽ ആണെന്ന് എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ അധികം കാർഡ്സ് വരുന്നുമില്ല. ഇത് കാർഡ്സ് വരുന്നുണ്ട്, അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള കാർഡ്സാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനത്തെ ഷഫ്ലിങ്. അപ്പോൾ ചാരിയറ്റും 8 ഓഫ് കപ്സും ഈ പേഴ്സൺ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. 4 ഓഫ് കപ്സ് റിജക്റ്റ് ചെയ്തു. നിങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളായിരിക്കും ഈ പേഴ്സണോട് നിങ്ങൾക്ക് പേഴ്സണെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്തത്. എന്നാൽ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തില്ല. ഈ പേഴ്സൺ ദൂരെ നിന്ന് നിങ്ങളെ നോക്കുക. ചില സമയത്ത് നമ്മൾ ഒരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിലും അവർ ആ ഒരു സിറ്റുവേഷൻ, അവർ ഓൾറെഡി മാരീഡാണ്, അവർക്ക് കുട്ടികളുണ്ട്. അപ്പോൾ പിന്നെ എന്നോട് എങ്ങനെയാണ് ഒരാൾ സ്നേഹം പറയുക? അപ്പോൾ അവരുടെ ഉദ്ദേശം വേറെയല്ല. പ്രത്യേകിച്ച് ഞാനൊരു ധനികയോ ആകുമ്പോൾ അവർക്ക് എൻ്റെ അടുത്തുള്ള പൈസ പിടുങ്ങാനുള്ള സിറ്റുവേഷൻ ഒരു ഇതാണോ, കള്ളത്തരമാണോ എന്നൊക്കെ ഒരു സംശയം ഈ പേഴ്സണ് വന്നു. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ദൂരെ നിന്ന് നോക്കുകയാണ് ചെയ്തത്, കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആളോ, നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതോ, നിങ്ങളുടെ ഒപ്പം പഠിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫസറോ, അങ്ങനെ ആരൊക്കെയോ ആണിത്. അപ്പോൾ ഇവിടെ ചാരിയറ്റ് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഇമ്പൾസീവായിട്ടാണ്, ഇവിടെ ഒരു പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ പേഴ്സൺ ലവ് ഓഫർ കൊടുത്തത്. അപ്പോൾ ആ പേഴ്സൺ പ്രിപ്പയർഡ് അല്ലായിരുന്നു, മനസ്സിലായോ? അപ്പോൾ ആ സമയത്താണ് നിങ്ങൾ ഈ പേഴ്സണോട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ സമയത്തായിരിക്കാം. അപ്പോൾ ചാരിയറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഏരീസ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ ഒരു കൺട്രോൾ ചെയ്യാൻ നോക്കിയ പോലെ ഇതൊരു ബേർഡനായിട്ട് മാറുമോ എന്ന് വെച്ചാൽ നിങ്ങളൊരു തലവേദനയായിട്ട് മാറുമോ എന്ന് ഈ പേഴ്സണ് തോന്നിയത് കൊണ്ടാണ് ഈ പേഴ്സൺ ഓൾറെഡി 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്, എന്നുവെച്ചാൽ മാരീഡാണ്, കംഫർട്ടബിൾ ആണ്, പൈസയുണ്ട്, ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു സീക്രട്ട് ആയിട്ടാണ് വെക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിച്ചത്. പക്ഷെ അത് നിങ്ങൾക്കറിയാം. നിങ്ങളത് അറിഞ്ഞുകൊണ്ട് ഈ പേഴ്സണോട് ഒരു ലവ് ഓഫർ ചെയ്തപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്തത്. കാരണം നിങ്ങൾ മണ്ടത്തരം ചെയ്യുകയാണോ, നിങ്ങളൊരു പൊട്ടിയാണോ പൊട്ടനാണോ എന്ന് പേഴ്സൺ സംശയം തോന്നി. കാരണം ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മാരീഡാണ്, കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ആ പേഴ്സണ് ഡൗട്ടായി. നിങ്ങൾ കുറേ കള്ളത്തരം മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഈ പേഴ്സണ് പാര പണിയാൻ വേണ്ടിയിട്ടാണോ, നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിലേക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷനോടെയാണോ നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വന്നത് എന്നൊരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നോ കോൺടാക്റ്റിലേക്ക് പോയത്. പിന്നെ ഈ പേഴ്സൺ കുത്തിയിരുന്ന് ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് ഉദ്ദേശം, നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഗ്രാജുവലി ആണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ഫാദർ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്, ഒരു പ്രൊട്ടക്റ്റിംഗ് എനർജിയാണ്. നിങ്ങളധികം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെന്നെങ്കിൽ ഈ പേഴ്സണ് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോ കോൺടാക്റ്റിലാണെങ്കിലും ഈ പേഴ്സണ് സമയം വേണമായിരുന്നു. കാരണം ഈ പേഴ്സണൽ ലൈഫ്, ആ പേഴ്സൻ്റേതായ ലൈഫ് ഉണ്ട്. അപ്പോൾ പേഴ്സണ് സമയമെടുത്തേ ആലോചിച്ച്, അതുകൊണ്ടാണ് ഈ പേഴ്സൺ നോ കോൺടാക്റ്റിലേക്ക് പോയത്, മനസ്സിലായോ? ഈ പേഴ്സൺ ഒന്ന് ഇരുന്ന് ആലോചിക്കണം. ഇപ്പോൾ ഈ പേഴ്സണ് സമയമില്ല, ഈ പേഴ്സൺ ജോലിയുടെ തിരക്കിലാണ്. അപ്പോൾ ഈ പേഴ്സൺ അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് പിന്നെയും ആകാമെന്ന് പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ക്ഷമയായിരിക്കാം ഇതിനകത്ത്. ഈ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്. നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ പേഴ്സൺ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് വേറെ ഒരു റിലേഷൻഷിപ്പിലും. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊന്നും, ചിലപ്പോൾ ഫാമിലിയിലും ഈ പേഴ്സണ് ഇപ്പോൾ ഉള്ള കറണ്ട് പാർട്ട്ണറിലും ഇപ്പോൾ മീൻസ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കാം. നിങ്ങളിലായിരിക്കാം ഈ പേഴ്സൻ്റെ മനസ്സ്. പക്ഷേ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ റെഡിയല്ല. ഇവിടെ നിങ്ങൾ അകന്നിരുന്നിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കള്ളത്തരമുള്ള പോലെ നിങ്ങളെ ഒരു സംശയമുണ്ട് ഈ പേഴ്സണ്. നിങ്ങൾ പണം പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ആണോ? അപ്പോൾ ദൂരെ നിന്നിട്ട് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ, മനസ്സിലായി? നിങ്ങളുടെ ശരിക്കുള്ള ഉദ്ദേശം മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്, ഇതൊന്നും ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ ഈ പേഴ്സൺ വളരെ കോഷ്യസ് ആയിട്ട് എന്നുവെച്ചാൽ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. എടുത്തു ചാടി ഒന്നും യെസോ നോ പറയാത്ത ആൾ, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾ, കുഴിയിൽ പോയി ചാടാൻ പേടിയുള്ള ആൾ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മീ ടു, ആ ടു, ഈ ടു ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ.
അപ്പോൾ ഹണി ട്രാപ്പൊക്കെ ഉള്ളതുകൊണ്ട് വളരെ വളരെ കെയർഫുള്ളായ ഒരാളാണ്. കാരണം കുറച്ച് നാല് പേര് അറിയുന്ന ഒരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ ഇവിടെ കയറി ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, പേഴ്സൻ്റെ ഫാമിലി, ജോലി, സൽപ്പേരെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ദൂരെ നിന്ന് നിങ്ങളെ നോക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന്. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നുണ്ടോ, ഇതൊക്കെ ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്കപ്പ് ആയത് ഇതുകൊണ്ടാണ്, നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് സ്നേഹം, അങ്ങനെയൊക്കെയാണ് പേഴ്സൻ്റെ മനസ്സിൽ വരുന്നത്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഒരു കാർഡ് പറഞ്ഞു, കിങ് ഓഫ് വോൺസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഇമ്പൾസീവായ ഒരു കാര്യങ്ങൾ ആലോചിക്കാതെ തീരുമാനം എടുക്കുന്ന ഒരാളാണെന്നൊരു ചിന്തയുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ധൈര്യമുള്ള ആളാണ്, ചെയ്യാൻ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പേഴ്സൺ നല്ല പണമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു കുറവുമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ജോലിയുള്ള ആളായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടാവും, ആവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരിക്കാം നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പേഴ്സണെ നിങ്ങൾ ചൂസ് ചെയ്തത്? നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ ചൂസ് ചെയ്തതെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൂൺ കാർഡ് വന്നിട്ട് നിങ്ങൾ എന്തൊക്കെയോ സീക്രറ്റ്സ് മറക്കുന്നില്ല ഈ പേഴ്സണിൻ്റെ അടുത്തുനിന്ന്, എന്തൊരു ചിന്ത ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളെ ശരിക്കും പേടിയാണ്, ഇഷ്ടമില്ലായ്മയല്ല, സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങളെ പേടിയാണ്. നിങ്ങൾ എടുത്തുചാട്ടക്കാരനോ ആണെന്നൊരു പേടിയുണ്ട്. അപ്പോൾ കൂടുതൽ അറിയണം നിങ്ങളെക്കുറിച്ചിട്ട്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ചില സമയത്ത് ചിലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവരെ ഫ്രണ്ട്സിനെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അത് നിങ്ങൾക്കറിയാമോ? ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എന്നെ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും പൈസക്കാർ വരികയാണെങ്കിൽ അവരെ ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ട് ആരെങ്കിലും കൊണ്ടൊക്കെ വിളിപ്പിച്ച് നോക്കും. അപ്പോൾ നിങ്ങൾ ചൂടാവുമോ അവരോട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുമോ? ഇതൊക്കെയാണ് അവരൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യും ഇപ്പോൾ നിങ്ങളെ കേട്ടോ. അപ്പോൾ ഒരു ഏസ് ഓഫ് വോൺസ് ഒരു പാഷനറ്റ് ഇതാണ്, പക്ഷേ അത് കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനൊരു അവസാനം ഉണ്ടാകും എന്നൊരു പേടിയുണ്ട് ഈ പേഴ്സണ്. നിങ്ങളോട് ഭയങ്കര പാഷനറ്റാണ് ഈ പേഴ്സൺ, ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് കൺട്രോളിൽ വെക്കുകയാണ്. കാരണം ഇതിനൊരു അൽപായുസ് ആയിരിക്കും ഈ റിലേഷൻഷിപ്പിന് എന്നൊരു പേടിയുണ്ട്. ഏസ് ഓഫ് സ്വേർഡ്സ് ഉണ്ട്, ഏസ് ഓഫ് വോൺസ് ന്യൂ ബിഗിനിങ് ആണ്. പേജ് ഓഫ് സ്വേർഡ്സ് സ്പൈ ചെയ്യുന്നുണ്ട് പേഴ്സൺ, ദൂരെ നിന്നിട്ടാണ് സ്പൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് നോ കോൺടാക്റ്റിലാണ്, പക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി നോക്കുന്നുണ്ട് പേഴ്സൺ. വാട്സാപ്പിൽ നോക്കുന്നുണ്ടോയെന്ന് അറിയില്ല, വാട്സാപ്പിൽ നിങ്ങളുടെ കണക്ഷൻ കോൺടാക്റ്റ് ഉണ്ടോ, ബ്ലോക്ക്ഡ് ആണോ എന്ന് അറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലെല്ലാം ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലെ എന്താ പറയുക, കുറേ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉണ്ട്, ചിലപ്പോൾ അതിനകത്ത് കയറി നോക്കുന്നുണ്ടാവും നിങ്ങളുടെ പേരൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്യാനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നല്ല പൈസയുള്ള ആളാണ്, അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷനുണ്ട് ഈ പേഴ്സണ്. അപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ട്, അകന്നിരുന്ന് സ്പൈ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് വെക്കുന്ന കൊള്ളില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കളിയാക്കിയിട്ടൊക്കെ ഉണ്ടാവും, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. എന്തുകൊണ്ട് വേറെ എന്തോരം ആളുകളെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാം, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ചൂസ് ചെയ്തു? ഇതാണ് ഈ പേഴ്സൺ ഡൗട്ട്. അപ്പോൾ ഈ പേഴ്സണ് ചിലപ്പോൾ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഒരാൾ അങ്ങോട്ട് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും സാധാരണ എല്ലാവരും പുറകെ നടക്കുക. ഇതെങ്ങനെ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു, അത് നിങ്ങൾ കാണാൻ മോശമില്ലാത്ത ഒരാളായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ളൊരു സംശയമാണ് ഈ പേഴ്സണ്. പിന്നെ 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് പേഴ്സണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് ഈ പേഴ്സണ് സംശയമുണ്ട്. കുറച്ചും കൂടെ നിങ്ങൾ മെച്യൂർഡ് ആവാനുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാറുണ്ടോ, മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്താറുണ്ടോ, അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ബാലൻസ് വരണം. പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ 4 ഓഫ് വോൺസ്, നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, നിങ്ങൾ മാരീഡ് ആണോ സീക്രറ്റ്ലി, ഇതൊക്കെ ഈ പേഴ്സൺ ഒരു ചിന്തയുണ്ട്. നിങ്ങൾ സീക്രറ്റ്ലി മാരീഡ് ആണോ, ഡിവോഴ്സ്ഡ് ആണോ? അപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ് ഈ പേഴ്സൺ. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒബ്സസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ അത് മുഖത്ത് കാണിക്കുമോ, നിങ്ങളുടെ മുമ്പിൽ വന്നാൽ കാണിക്കും, നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് സ്നേഹമാണെന്നൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങളോട് സ്നേഹമുണ്ട്. ഇവിടെ ആദ്യത്തെ ഇതിൽ ഓവറോൾ എനർജിയിൽ
ഒരാളോട് ഈ പേഴ്സണ് സ്നേഹമുണ്ട്, തുറന്ന് പറയുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മാരേജ് കാർഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ വിവാഹത്തിലേക്ക് പോകും? അപ്പോൾ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം, നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ പോപ്പുലറായ ഒരാളായിരിക്കാം. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ പേഴ്സൺ? നോക്കട്ടെ. നിങ്ങളൊരു എംപ്രസ് ആയിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ അമ്മയോട് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ കേട്ടോ. അമ്മയ്ക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷേ ഓൾറെഡി മാരീഡ് ആയതുകൊണ്ട് എല്ലാവരും കൺട്രോളിൽ വെക്കും. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അമ്മ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവും, നീ മാരീഡാണ്, അത് ആലോചിക്കുക, അപ്പോൾ ഇതിനകത്തേക്ക് വേറൊരു സിറ്റുവേഷനിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്, ആക്ഷനൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഈ നിങ്ങളുടെ സിറ്റുവേഷനിൽ വ്യത്യാസം വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കാൻ ഈ പേഴ്സൺ റെഡിയല്ല. വളരെ ഒളിച്ച് കളി ചെയ്യുന്ന, ഒരു മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരാളെ പോലെയാണ് തോന്നുന്നത്. ഇഷ്ടമാണ് പക്ഷെ തുറന്ന് പറയില്ല. അതേസമയം നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാൻ ഈ പേഴ്സൺ ഇഷ്ടമാണ് താനും. നിങ്ങൾ ഈ പേഴ്സണെ നോക്കണം, നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് അന്വേഷിക്കണം, നിങ്ങൾ ഈ പേഴ്സണെ പുറകെ നടക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പേഴ്സണായിട്ട് ആക്ഷനൊന്നും എടുക്കില്ല. ഇത്ര സെൽഫിഷായ ഒരു എനർജിയാണ്. എംപ്രസിൻ്റെ ക്ലാരിഫൈ ചെയ്യുന്നത് 3 of Swords. ഈ പേഴ്സൺ അപ്പോൾ നിങ്ങളെ ഈ പേഴ്സണ് കയ്യെത്തുന്നതിലും ദൂരത്തിലാണ് നിങ്ങളെന്നൊരു ചിന്ത ഈ പേഴ്സണുണ്ട്. അതുപോലെ നിങ്ങൾ മിസ്റ്ററിയാണ് ഈ പേഴ്സൺ. എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള ഉദ്ദേശം? നിങ്ങളൊരു സിംഗിൾ എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണ്. നിങ്ങൾ വളരെ കേപ്പബിൾ ആണ്, എല്ലാ കാര്യം തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നൊക്കെയൊരു ചിന്തയുണ്ട്. ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണ് ഇനി വകവയ്ക്കില്ല എന്നൊരു ഡൗട്ടുണ്ട് ഈ പേഴ്സണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ എന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഗൗരവത്തിലായിരിക്കും ഈ പേഴ്സണെ നോക്കുന്നത്. അപ്പോൾ ആ പേഴ്സണ് പേടിയുണ്ട് നിങ്ങളെ കേട്ടോ. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കാൻ ഇഷ്ടമില്ല, ആക്ഷൻ എടുക്കില്ല. കാരണം ഓൾറെഡി മാരീഡ് ആണ്. അപ്പോൾ അതിനകത്ത് പെട്ടുകിടക്കുകയാണ്. പെട്ടുകിടക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ഒരു മാരേജ് ഒരു ബോണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊരിപ്പോരാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അല്ലോ ചീത്തൊരു സ്ഥലത്തേക്ക് വിട്ടുകിടക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. മാരേജ് ഒരു ബോണ്ടാണ് തമ്മിൽ, അല്ലേ? രണ്ട് വിശ്വാസമാണ്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു പോരാനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് പക്ഷേ നിങ്ങളോട് ലവ് ഉണ്ട്, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നൊരു ചിന്തയുണ്ട്. ഇതിനകത്തൊരു സൗഹൃദമെങ്കിലും കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വൈരാഗ്യമൊന്നുമില്ല നിങ്ങളോട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഈ പേഴ്സൺ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, സ്നേഹമുണ്ട്. ആക്ഷൻ എടുക്കുന്ന കാര്യം ഇതിങ്ങനെ നീണ്ട് ലവ് ആൻഡ് ഹാർമണി അവൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അടുത്ത ശിവരാത്രിക്കുള്ളിൽ എന്തെങ്കിലും നടക്കാൻ വഴി. ശിവരാത്രി എപ്പോഴാണ്? അടുത്ത വർഷമാണ് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞില്ലേ ഈ വർഷത്തെ? അപ്പോൾ ടോറസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, എക്വയറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, എക്വയറിയസ്, ലിബ്ര, ജെമിനി, എക്വയറിയസ്, ലിബ്ര, ജെമിനി, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Virgo, Pisces, Aquarius, Libra, Gemini, Taurus, Libra, Cancer, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Leo, Aries, Leo, Sagittarius, Cancer, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Taurus, Virgo, Capricorn, Libra, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഇന്നത്തെ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഇനി ഒരു റീഡിങ്ങുമായി വീണ്ടും വരാം. അപ്പോൾ see you, bye bye.